പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ധോണി മായാപുരം പെരുന്തുരുത്തിക്കരയിലാണ് ആന ഇറങ്ങിയത്. പുലർച്ചെയോടെ എത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്താണ് സംഭവം? നികേഷ് കുമാർ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ ഉള്ള പാലക്കാട് ധോണിയിലെ ഈ മായാപുരത്തിന് സമീപമുള്ള പെരുന്തുരുത്തി കളത്തിലേക്ക് ഈ കാട്ടാന എത്തിയത്. 5 മണിയോടുകൂടി എത്തിയ ഈ കാട്ടാന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നെൽപ്പാടത്ത് എത്തുകയായിരുന്നു. പിന്നീട് വ്യാപകമായി ഇവിടെയുള്ള ഈ നെൽകൃഷി നശിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏക്കർ കണക്കിന് നെല്ല് ഉള്ള ഒരു ഭാഗമാണ് ധോണിയിലെ ഈ മായാപുരം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ കാട്ടാന എത്തി വ്യാപകമായി തന്നെ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കാട്ടാന സ്ഥിരമായി ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൊയ്യാൻ പാകമായി കിടക്കുന്ന നെല്ലാണ്. അടുത്ത ആഴ്ച കൊയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന നെല്ലാണ്. അതാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചയോടെ എത്തിയ ഈ കാട്ടാന നശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നെൽപ്പാടത്തിന്റെ ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ നെൽകൃഷിയുടെ ഉടമയായിട്ടുള്ള മോഹൻ നമ്മളോടൊപ്പം ഉണ്ട്. ഏട്ടാ, എത്ര മണിയോടുകൂടിയാണ് ഈ ആന ഇവിടെ എത്തിയത്? ഇപ്പോൾ എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്ന് പറയുന്നത്? 5 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. നാശനഷ്ടം ഇപ്പോൾ വന്ന് ഒരു 1.25 ഏക്കറോളം പോയിട്ടുണ്ടാവും, നഷ്ടമായിട്ടുണ്ട്. ദിവസം ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരമായിട്ടൊന്നും ഫോറസ്റ്റിൽ ഒന്നും കൊടുത്തിട്ടിരുന്നില്ല. ആകെ ധർമ്മസംഘടന കുങ്കിയാന 2 അവിടെയുണ്ട്. അവരത് വെച്ച് എന്തെങ്കിലും നോക്കുന്നോ പിടിക്കുന്നോ അതൊന്നും ചെയ്യുന്നില്ല. ഇതിന് യാതൊരു ശാശ്വത പരിഹാരമായിട്ട് എന്തെങ്കിലും ഒന്ന് കാണണം. ഏട്ടാ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് നഗറിൽ എത്തിയിരുന്നു, അതേപോലെ അതിൻ്റെ അപ്പുറത്ത് ദിവസം ചേറുങ്കാട് കോളനിയിൽ എത്തിയിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ നാട്ടുകാർക്ക് ഇനിയിപ്പോൾ വനംവകുപ്പിനോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് വനവകുപ്പിനോട് ദയനീയമായിട്ട് പറയാനുള്ള വേറെ ഒന്നുമല്ല. ഇപ്പോൾ 2 വർഷം മുന്നാണ് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് BT സമയം പോലെയുള്ള ആന അക്രമരാഗിയായിട്ടുണ്ട്. അതിന് പിടിച്ചു കെട്ടിയിട്ട് കുറേ സമാധാനത്തിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ഈ നാട്ടുകാർ. ഇവിടെ ചെറുകിട മേഖലയായി കഴിഞ്ഞാൽ കൃഷിക്കാരായിട്ടുള്ള അടയ്ക്കായിക്കോട്ടെ, തെല്ലായിക്കോട്ടെ, വാഴ ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സൗമ്യമായി ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. വീണ്ടും ഇവിടെ ഈ കാട്ടുന്ന വന്യമൃഗങ്ങൾ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വയലുകൾ നശിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുരങ്ങായിക്കോട്ടെ, എല്ലാ മൃഗങ്ങളായിട്ട് നാട്ടിലിറങ്ങിയിട്ട് സൗര ജീവിതത്തിന് ഞങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിനൊരു പരിഹാരം വേണം തന്നെയാണ്. ഞാൻ ഈ പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇത് കുറേ കാലമായി ഒരു 10 വർഷത്തോളമായി ഇങ്ങനെ ഈ ആനകളുടെ ശല്യമുണ്ട്. ഈ അടുത്ത കാലത്താണ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഈ PT7 എന്ന ആനയെ പിടിച്ചത്. അപ്പോൾ ഒന്ന് ചെറിയൊരു സമാധാനത്തിൽ ഞങ്ങൾ കർഷകർ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഒരു സമാധാനത്തോടെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ട് ഒരു 5-6 ആനയുണ്ട്. അതിലൊരു കൊമ്പനാണ് ഇപ്പോൾ ഇവിടെ ഇന്നലെ വെളുപ്പിന് ഇറങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ ഇറങ്ങിയിരുന്നു. അത് പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ധോണി മായാപുരം പെരുന്തുരുത്തി കളത്തിലാണ് ആന ഇറങ്ങിയത്. പുലർച്ചയോടെ എത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇക്ബാൽ അറക്കൽ.